ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. വികാര നിർഭര മുഹൂർത്തങ്ങളാണ്. അക്ബർ കരയുകയാണ്. അക്ബറിന് .0. അക്ബറിന് .0. അക്ബറിന്റെ പാവകൾ ആരോ എടുത്തോണ്ട് പോയി. വ്യക്തമല്ല ആരായിരിക്കാം. നിവിനാണോ? നിവിൻ പറഞ്ഞു 2 ഞാൻ എടുത്തിട്ടുള്ളൂ, അത് തിരിച്ചു പോയി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് എപ്പിസോഡിലെല്ലാം ക്ലിയർ ആവും ആരാണ് എന്താണ് എടുത്തത്. പക്ഷെ അക്ബർ ഈ ഒരു ടാസ്കിൽ നിന്ന് തന്നെ ഔട്ടായിരിക്കുകയാണ്. അതായത് അക്ബർ 3ാമത്തെ പൊസിഷനിലാണ് നിന്നിരുന്നത്. നമ്മുടെ ആര്യൻ, അനീഷ്, അക്ബർ ഇങ്ങനെ നിന്നത്. പക്ഷേ ഇവിടെ അക്ബറിന് 0 ആയതുകൊണ്ട് തന്നെ ഈ ടാസ്കിൽ നിന്ന് തന്നെ പുറത്തായിരിക്കുകയാണ്. ആദിലെയാണോ എടുത്തത്? കണ്ടവർ പറയൂ. ലൈവ് എല്ലാവർക്കും തിരിച്ചു കിട്ടിയോ? എല്ലാവർക്കും തിരിച്ചു കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കടി നടന്നു, ഒരടിയും നടന്നു. അനീഷ് അക്ബറിനെ കടിച്ചു, അക്ബർ ഒരു അടിയും കൊടുത്തു. എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇവിടെ ഹോട്ട്സ്റ്റാർ ആർക്കും കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ എല്ലാവർക്കും ശരിയായല്ലോ അല്ലേ? ഓക്കെ, ബാക്ക് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും കിട്ടില്ല. അപ്പം പലർക്കും പല പാർട്സുകളാണ് എല്ലാവർക്കും കിട്ടിയത്. എക്സ്ചേഞ്ച് നടക്കും എന്ന് പറഞ്ഞ് അനീഷ് ഇന്ന് രാവിലെ കടന്ന് ഭയങ്കരമായ രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അനീഷ് തന്നെ എക്സ്ചേഞ്ച് ചെയ്തു. അതായത് പലർക്കും ഈ പാവയുടെ ഉടലും കൈയും കാലും ഒക്കെ കിട്ടിയത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ പാവകൾ വെച്ച് കിട്ടും. ഇവിടെ ആദില അക്ബറിൻ്റെ ആണെന്ന് തോന്നുന്നു. ആദില എടുത്തത് ഞാൻ കണ്ടത് അക്ബറിൻ്റെ ബെഡിൽ കിടക്കുകയായിരുന്നു. അക്ബർ പറയുന്നത് ആദിലയ്ക്ക് മാത്രമേ അറിയുള്ളൂ എൻ്റെ പാവ എവിടെ ഇരിക്കുന്നു എന്നുള്ളത്. അതെടുത്തുകൊണ്ട് പോയി ആദിലെ അനുവിൻ്റെ കട്ടിലിൻ്റെ ബാക്കിൽ കൊണ്ടുവെക്കുകയാണ്. ഇവിടെ അത് കഴിഞ്ഞ് അനീഷ് ഇവിടെ ഷാനവാസിനെ ഏൽപ്പിക്കുകയാണ് പാവയെ നോക്കാൻ വേണ്ടിയിട്ട്. ഷാനവാസ് ഇവിടെ ഇന്ന് ഒരു നോക്കുകുത്തി പോലെയാണ്. ഒന്നാമത്തെ കാര്യം ഹെൽത്തിൻ്റെ കാര്യം, പിന്നെ ആവശ്യത്തിന് പോയിന്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഷാനവാസ് കുറച്ചും കൂടെ അനീഷ് ഒരു ഡീല് വെക്കായിരുന്നു. കാര്യം ഇതിൽ ഒരുപാട് പോയിന്റുകൾ അവർ മുന്നേറുകയാണ്. ഷാനവാസ് വളരെ താഴോട്ട് പോകും. കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഇവർക്കിവിടെ പോയിന്റ് 145 പോയിന്റ് ആരിന് കിട്ടിയിരിക്കുന്നത്. ആരിനാണ് ഈ ടാസ്ക് ജയിച്ചിരിക്കുന്നത്. ടാസ്ക് കഴിഞ്ഞു, 145 പോയിന്റാണ് കിട്ടിയിരിക്കുന്നത്. അത്രമാത്രം മുകളിലോട്ട് കയറും. ഷാനവാസ് കുറച്ച് ശ്രമിക്കാമായിരുന്നു. ഷാനവാസും സാബുമാനൊക്കെ സേഫ് ഗെയിം കളിച്ച് ഒന്നും കളിക്കാതെ നിൽക്കുകയാണ് ചെയ്തത്. ഇനി ഇവിടെ അനീഷ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസിന് വിശ്വാസം വന്നു, ഷാനവാസിനെ ഏൽപ്പിക്കുകയാണ്. നിവിൻ ഇവിടെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. നിവിൻ 2 പാവ എടുത്തുകൊണ്ട് ഇങ്ങനെ നിരങ്ങിക്കൊണ്ട് പോകുന്നത് ഷാനവാസ് കാണുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകിൽ എനിക്ക് തോന്നി സാബുമാൻ്റെ ആണെന്നാണ്. സാബുമാൻ ആകെ കൂടെ 2 പാവയെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നിവിൻ അടിച്ച് മാറ്റുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ക്ലിയർ അല്ല, ഡൗട്ടുണ്ട്. കാര്യം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇത് നടന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ടുണ്ട്. അതായത് നിവിൻ്റെ പാവ നിവിൻ സാബുമാൻ്റെ പാവ അങ്ങനെയാണെങ്കിൽ അത് മോശം. ആകെ കൂടെ 2 പാവയല്ലേ ഉള്ളൂ. നിവിൻ അത് എടുക്കേണ്ടിയിരുന്നില്ല. അറിയില്ല. ഇനി ഷാനവാസ് അത് കണ്ടു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഉള്ളിലേക്ക് തലയിടരുതെന്ന്. ഇപ്രാവശ്യം ഫ്രണ്ടിൽ നിൽക്കുന്നത് അനുവും ആദിലയും നൂറയാണ്. ഇപ്പുറത്തെ സൈഡിൽ ആര്യനും അക്ബറുമാണ്. അങ്ങനെ അടുത്ത ചിരി വരുന്നു, അടുത്ത ബസറടിക്കുന്നു. അവർ എടുക്കുന്നുണ്ട് ഭയങ്കരമായ രീതിയിൽ. ഭയങ്കര ഫിസിക്കലാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ലക്ഷ്മിയൊക്കെ അവിടെ നിന്ന് പിടിച്ച് കട്ടൊക്കെ എടുക്കുന്നുണ്ട്. അൺഫെയർ ആയിട്ട് ലക്ഷ്മിയും കളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ അനീഷ് അക്ബറിനെ കടിക്കുന്നു. അക്ബർ ഒറ്റ അടി കൊടുക്കുന്നു. കടിച്ചാൽ പറ്റൂല എന്ന് പറയുന്നുണ്ട്. ഇവിടെ അനുവിന് ഇഷ്ടം പോലെ പാവ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും കളക്ട് ചെയ്തിട്ട് നൂറയ്ക്ക് എന്താ ഒരു പാവയും കിട്ടാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നൂറ ഇവിടെ എല്ലാവരും ഇവിടെ പാവകളൊക്കെ കളക്ട് ചെയ്ത് ഓരോ സ്ഥലത്തും പോയി ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് അക്ബർ മനസ്സിലാക്കിയത് അക്ബറിൻ്റെ പാവയൊന്നും അക്ബറിൻ്റെ കയ്യിലില്ല എന്നുള്ളത്. അക്ബറിന് ആ കൂടെ ഒരു 10 പാവ ഉണ്ടെന്ന് അത് ആരിനോ ആർക്കൊക്കെ കൊടുക്കുകയാണ്, വീതിച്ച് കൊടുക്കുക. നിവിനും ആരിനും കൂടെ വീതിച്ച് അക്ബർ കൊടുത്തു കേട്ടോ. കാര്യം ഹോപ്പില്ല, ജയിക്കില്ലെന്ന് പുള്ളിക്കാരന് മനസ്സിലായി. അപ്പോൾ ഇവിടെ അക്ബർ ആദിലയോട് വന്ന് പറയുന്നത് വളരെ ചീപ്പായി പോയി ആദില, ഞാൻ പാവ വെച്ചത് നിനക്ക് മാത്രമേ അറിയുള്ളൂ, വളരെ ചീപ്പായി പോയി. ഇനിയിപ്പോൾ ആദിലേക്ക് വല്ല ദേഷ്യം കയറിയിട്ടായിരിക്കും. കാര്യം അനുവിനെ ഇങ്ങനെ ആക്രമിച്ചതൊക്കെ അല്ലേ എന്നല്ലേ അനു പറയണത്. അതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. അതുമെങ്കിൽ അക്ബറിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിം, അക്ബറിനെ ഈ ടാസ്കിൽ നിന്ന് ഔട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് ആദില കളിച്ചത് എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആദില ഇവിടെ ഞാൻ എടുത്തിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനു പാൻറ്റിനകത്തു നിന്നൊക്കെ പാവയൊക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് പാവ അനുവിന് കിട്ടിയിട്ടുണ്ട്. ഷാനവാസ് ആണെങ്കിൽ പറയുകയാണ് അക്ബറിൻ്റെ അടുത്ത് പറയുന്നത് നിവിനാണ് കട്ടെടുത്തതെന്ന് പറയുന്നുണ്ട്. നിവിൻ പറയുന്നു ഞാൻ എടുത്തിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പം പാവ ചിലത് പിങ്കാണ്, മഞ്ഞയാണ്, നീലയാണ്, ഒരേ ഇത് വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു എക്സ്ചേഞ്ച് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. ലിവിംഗ് റൂമിലേക്ക് വന്നിരിക്കാൻ പറയുന്നു. ബിഗ് ബോസിനൊന്നും യാതൊരു വിലയുമില്ല ഈ സീസണിൽ കണ്ടസ്റ്റൻറ്റിന്. ഞാൻ പറയണത് രേണു വരെ പോയവരൊക്കെ ഭാഗ്യവാന്മാരാട്ടോ. നിങ്ങളുടെ ദേഹത്തൊന്നും അത്രയും ചെളി വരണ്ടിട്ടില്ല. നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ നേരത്തെ ഔട്ടായത് സത്യമായിട്ടും. സത്യം, നിങ്ങൾ ഭാഗ്യവാന്മാരാ. കുറച്ചൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ട്. കൂടുതലൊന്നും പറയുന്നില്ല അല്ലേ. എനിക്ക് അത്രമാത്രം കോൾസും മെസ്സേജസും വരുന്നുണ്ട് ഈ സീസണിനെ കുറിച്ചിട്ടും കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടും. പാവം ബിഗ് ബോസ്, പാവം ലാലേട്ടൻ, പാവം തോന്നുന്നു ആ മനുഷ്യനെ കുറിച്ച്. ആ മനുഷ്യനെ എന്തൊക്കെയാണ് പറയണത് കിടന്ന്? ഒന്നും കളിക്കത്തുമില്ല. എന്ത് പറയാൻ, പൊട്ട കളിയും കളിക്കും അല്ലേ. ശരി, അങ്ങനെ നമുക്ക് ഇതിൻ്റെ എണ്ണം പറയേണ്ട സമയമായി. അപ്പം
ആദ്യം തന്നെ നമുക്ക് ആര്യന് 29 കിട്ടി കേട്ടോ. ആര്യൻ നിർമ്മിക്കുന്ന, അപ്പോൾ ആര്യൻ അവിടെ നിന്ന് നിർമ്മിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് 29 കിട്ടിയത്. അനീഷിന് 24, അനുവിന് 24, ലക്ഷ്മിക്ക് 12, നൂറയ്ക്ക് 4 ഉള്ള ഇത്രയും അവിടെ അടിപിടി ഉണ്ടാക്കിയിട്ട്. നിവിന് 19. അപ്പോൾ അനു പറഞ്ഞു, നീ അടിച്ചു മാറ്റിയിട്ടല്ലേടാ, നീ അടിച്ചു മാറ്റിയിട്ടല്ലേ, ആണെങ്കിൽ കണക്കായി പോയി, നീ കണ്ടോ അടിച്ചു മാറ്റുന്നത്, കണ്ടു, ആ കണ്ടെങ്കിൽ കണക്കായി പോയി, അവിടെ പോയി ഇരിക്കടി, അപ്പം നിനക്ക് ഞാൻ പട്ടിയുടെ വില പോലും തരുന്നില്ല. അപ്പോൾ അനു അപ്പം എന്തെന്ന് പേപ്പട്ടി എന്നൊക്കെ തിരിച്ച് വിളിക്കുന്നുണ്ട്. രണ്ടും കണക്കാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വിളിക്കുന്നുണ്ട്. ഷാനവാസ് 0, അക്ബർ 0, 20 മുകളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാം പോയി. സാബുമാൻ 0, 2 എടുത്തിട്ടുണ്ടായിരുന്നു, അത് നിവിൻ കൊണ്ടുപോകുന്ന ഡൗട്ട്. ആദില 18. നിവിൻ ഇവിടെ കള്ളി, പെരുങ്കള്ളി, ഡ്രാമ കള്ളി, വഴക്ക് കള്ളി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ഇവിടെ ഞാൻ മാത്രമല്ല തലയിട്ടത്, എൻ്റെ മാത്രം പറയരുത്. അപ്പോൾ ആരും ഒന്നും മിണ്ടായിരിക്കണോ. അങ്ങനെ പോയിന്റ്സ് പറയാണ്. പോയിന്റ്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് നമ്മുടെ ആര്യനാണ്, 145 പോയിന്റ്. അത് കഴിഞ്ഞ് നിൽക്കുന്നത് അനീഷാണ്, 120 പോയിന്റ്, അനു 120 പോയിന്റ്. അത് കഴിഞ്ഞിട്ട് ആദില 90 പോയിന്റ്, നിവിൻ 95 പോയിന്റ്. അത് കഴിഞ്ഞ് ലക്ഷ്മി 60 പോയിന്റ്. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ 0, 120 പോയിന്റ്. ഈ പോയിന്റ് എല്ലാം പഴയ പോയിന്റിനോട് കണക്കാക്കും. അപ്പോഴും ആര്യനാണ് ഫ്രണ്ടിൽ വരിക, അനീഷ് രണ്ടാമത് വരും. പക്ഷേ അക്ബറിൻ്റെ പോയിന്റ് താഴോട്ട് പോകും. അപ്പം ഇന്നലെ കിട്ടിയ പോയിന്റിനോട് ചേർക്കണം. ഇതെല്ലാം കഴിഞ്ഞ് നിവിൻ പറയുന്നുണ്ട് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. അപ്പം ആര്യന് ഭയങ്കര കഷ്ടം തോന്നുന്നു അക്ബറിനോട് ഇത് ചെയ്ത്, നീയാണ് ഒറ്റപ്പെട്ടത്, നിന്നെയാണ് ഒറ്റപ്പെടുത്തിയത്, വേറെ അനീഷിനെ ഒന്നുമല്ല, നിന്നെയാണ് ഒറ്റപ്പെടുത്തിയതെന്ന് അക്ബറിനെ പറയാണ്. അക്ബറിന് ഭയങ്കര വിഷമമായി, അക്ബർ പുറത്തേക്ക് പോകുന്നു. അപ്പം നിവിൻ പറയുന്നുണ്ടാ, ഞാൻ എടുത്തിട്ടില്ല, ഞാൻ 2 എടുത്തത് ഇഴഞ്ഞെഴഞ്ഞ് പോയത് ഷാനവാസ് കണ്ടതാണ്, അത് ഞാൻ തിരിച്ചു കൊടുത്തു, ഷാനവാസ് ഇല്ലാണ്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും നമുക്ക് കേട്ടോ, കുറച്ച് ക്ലാരിറ്റി കിട്ടും. പിന്നെ അങ്ങനെ അപ്പോൾ അക്ബർ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. അപ്പോൾ നിങ്ങൾ പറയൂ, നിങ്ങൾ ലൈവ് കുറേയൊക്കെ കട്ടായിപ്പോയി, നമുക്ക് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഇന്ന് നല്ലൊരു ഗെയിമായിരുന്നു, പല സ്ട്രാറ്റജിക്കൽ മൂവ് നടത്തി. ആദിലയാണ് കളിച്ചതെങ്കിൽ ആദിലയുടെ ഗെയിമിൽ അക്ബറിനെ ആദില ഈ ഗെയിമിൽ നിന്ന് തന്നെ പുറത്താക്കി. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ എൻ്റെ അലിഗേഷൻസ്, അനു ഇവിടെ കുറേ അലിഗേഷൻസ് അക്ബറിനെതിരെ നടത്തിയിട്ടുണ്ട്, കുറേ മോശമായ അലിഗേഷൻസാണ് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാം, എപ്പിസോഡിൽ എന്തൊക്കെ കാണിക്കുന്നുള്ളത്. ലൈവിൽ ഫുൾ ബീപ്പായിരുന്നു, എന്താണ് അലിഗേഷൻ എന്ന് പോലും, അലിഗേഷൻ വരെ ബീപ്പാ, അത്ര വൃത്തിയോടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെന്ന് കാത്തിരുന്ന് കാണാം. ഇപ്പം ഇനി ആരെന്ത് പറഞ്ഞാലും പറയാൻ എനിക്ക് ഒരിതുമില്ല, ധൈര്യത്തോടു കൂടി പറയും. എനിക്കെതിരെ എന്തൊക്കെ വന്നാലും എനിക്ക് ഒന്നുമില്ല, മനസ്സിലായോ? എന്തൊക്കെ എനിക്കെതിരെ ഇട്ടാലും ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ എടുത്തിട്ടുകൊണ്ട് വരുന്നുണ്ട്. ചെറിയ വാക്ക് പറഞ്ഞത്, എന്ത് വേണോ പറഞ്ഞു, എന്തായാലും നിങ്ങളുടെ അത്രയൊന്നും ഞാനൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് അത് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, മനസ്സിലായോ? നിങ്ങളുടെ ഒന്നും ആരുടെ അത്ര ഞാൻ തന്നിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താണോ ഉള്ളത് ഞാൻ ധൈര്യത്തോടു കൂടി പറയും. എനിക്ക് ഒരു പേടിയും ഇല്ല, പേടിപ്പിക്കാൻ നോക്കുകയും വേണ്ട. ഈ സീസണിൽ ഒരാളും ഒരു ഇതുമില്ലാത്ത കണ്ടസ്റ്റൻസ് തന്നെയാണ്. ഞാനത് ഇപ്പോഴും പറയും. സത്യം പറഞ്ഞാൽ കപ്പടിക്കേണ്ടത് ലാലേട്ടനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മളെല്ലാവരും ഈ സീസണിൽ കാത്തിരുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡിന് വേണ്ടിയിട്ടാണ്. ആ ലാലേട്ടനെ വരെ എടുത്തിട്ട് താറടിച്ച് വൃത്തിയേടാക്കുന്നത് നാണമില്ലല്ലോ നിങ്ങൾക്കൊന്നും. മോശം. ഇനി കാണാം ലാലേട്ടൻ ഇനി ഈ വീക്കെൻഡിൽ കിടന്ന് പറയുന്നത്, ഈ വീക്കെൻഡിലും കിടന്ന് പറയും. സത്യമായിട്ടും കപ്പ് കൊണ്ടുവേണ്ട ലാലേട്ടൻ. എനിക്കത് എപ്പോഴും ഞാൻ പറയും, എല്ലാ വീഡിയോയിലും ഞാൻ പറയും, എല്ലാ വീഡിയോയിലും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും മോശമായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ഒരു സീസണിലും ഞാൻ കണ്ടിട്ടില്ല, ഒരു സീസണിലും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, ആരോപണം ഉണ്ടാവും, ചിലപ്പോൾ ഉമ്മൻ കാർഡ് കളിക്കും, എല്ലാം കളിക്കും. പക്ഷേ ഇതെല്ലാം കൂടെ ഉള്ള ഒരു സീസൺ, അയ്യേ മോശം, വളരെ മോശം. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.